എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ. മത്തായി 6:9-10. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒട്ടുമിക്ക ക്രൈസ്തവരും തങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും നിലനിർത്തിപ്പോരുന്ന ഈ പ്രാർത്ഥന കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചതാണ്. ഗിരിപ്രഭാഷണത്തോടനുബന്ധിച്ചുള്ള ധാരാളം പഠിപ്പിക്കലുകളിൽ ഒന്നായിരുന്നു പ്രാർത്ഥനയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പഠിപ്പിക്കൽ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഓരോരുത്തർക്കും പ്രാർത്ഥനയ്ക്ക് ഓരോ ആവശ്യങ്ങളുണ്ടായിരിക്കും. കാര്യസാധ്യം അതായിരിക്കും പ്രധാനം. എല്ലാ മതങ്ങളിലും പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന വ്യത്യസ്തവുമാവാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അതിനെ ആസ്വദിക്കുക എന്നതാണ്. ദൈവരാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യം എന്നുള്ളത് എക്കാലത്തെയും ചർച്ചാ വിഷയമാണ്. വ്യത്യസ്തമായി അഭിപ്രായങ്ങളും ഇത് സംബന്ധിച്ച് നിലവിലുണ്ടാവാം. ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം രാജാവായിരിക്കുന്ന രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. ദൈവകേന്ദ്രിതമായ ഒരു സംവിധാനം, നമ്മുടെ ജീവിതത്തിൻ്റെ ചലനാത്മകതയെല്ലാം ദൈവകേന്ദ്രിതമായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. രാജ്യം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് പൂർണ്ണമായും ദൈവിക നിയന്ത്രണത്തിലാകുന്നവർ ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യം കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഒരു പക്ഷേ അതിൻ്റെ പൂർത്തീകരണത്തിനായി പ്രവർത്തിക്കാൻ നമുക്കും വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിൻ്റെ താല്പര്യം നമ്മുടെ താല്പര്യമായി തീരുകയാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ദൈവത്തെ മാനസാന്തരപ്പെടുത്താൻ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവ നിയന്ത്രണത്തിൽ ജീവിക്കാനുള്ള വിധേയത്വം നമുക്ക് ലഭിക്കണമേ എന്നതാണ്. ദൈവരാജ്യത്തിലെ സേനാനായകനെ അനുസരിക്കുന്ന പടയാളികളായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി നമ്മുടെ അധ്വാനം ആവശ്യമാണ് എന്ന ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യ സ്ഥാപനത്തിനായി ചിലപ്പോൾ നമ്മുടെ താല്പര്യത്തിൻ്റെ രാജ്യം ഉപേക്ഷിക്കേണ്ടി വരും. നമ്മുടെ സ്വന്തം രാജ്യം നഷ്ടപ്പെടുത്താൻ മനസ്സില്ലാത്തവർക്ക് ദൈവരാജ്യം അകലെയായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവം സ്നേഹിക്കുന്ന ലോകത്തെ ദൈവം ബഹുമാനിക്കുന്ന ലോകമായി മാറ്റുന്നതാണ് സുവിശേഷം പ്രചരിപ്പിക്കുന്നതിലൂടെ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾക്ക് ആവോളം നമ്മുടെ ചിന്തകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ മറക്കാതെ കാണാതെ പറയുന്ന പ്രാർത്ഥിക്കുന്ന ഈ ഭാഗം, ദൈവരാജ്യം വരേണമേ, അതിനോടൊപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുക. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ.
വളരെ മനോഹരമായ ഒരു ചിന്തയാണ്, കാഴ്ചപ്പാടാണ്. അപ്പോൾ ദൈവ ഇഷ്ടം നിറവേറ്റപ്പെടുമ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടങ്ങളിലും എത്തും. അന്ന് മനുഷ്യപുത്രൻ്റെ വരവുണ്ടാവും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷവും സമാധാനവും രക്ഷയും നമ്മുടെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രചരിപ്പിക്കാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിനായും അതിൻ്റെ സാധ്യതകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി അത് ഏറ്റുപറയാനുള്ള കൃപ നൽകണമേ. അങ്ങയുടെ നിയന്ത്രണത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാൻ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള പ്രാമുഖ്യം കണ്ടെത്തുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ വർഷത്തിലേക്ക് അവിടുന്ന് നയിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.